ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു Minuzworld. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാം. ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട്. ഇനി വരുന്ന വീഡിയോസൊക്കെ മുടങ്ങാതെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മൾ രാവിലെ തന്നെ റെഡിയായി നിൽക്കുകയാണ്. മഴയൊക്കെ പെയ്ത് തോർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് യാത്ര തുടങ്ങാം. നമ്മൾ പോകുന്നത് പൊന്നാനിയിലോട്ടാണ് കേട്ടോ. അവിടെയാണ്, പൊന്നാനിയല്ല, തൃശ്ശൂർ ചാവക്കാട് എടക്കഴിയൂരാണ് അവളുടെ സ്ഥലം. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത്. പോണ വഴിയിൽ നമ്മളുടെ പ്രകൃതി രമണീയമായ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മയൊക്കെ അപ്പുറത്തെ സൈഡിലൂടെ വരുന്നുണ്ട്. ഞങ്ങൾ അണക്കെട്ടിൽ നിന്നാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വഴി വെച്ചിട്ട് ഷാമോന് നല്ല വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയുള്ള ദിവസമായിരുന്നു, എന്നാലും കുറച്ച് ഒരു സുഖമുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പാടത്തിൻ്റെ സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ലൊരു മനോഹരമായ കാഴ്ച കണ്ടപ്പോഴേ നല്ല രസമായി തോന്നി. നമ്മളവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ കാണാറില്ല. അപ്പോൾ ഉമ്മാനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മൾ. അവരങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് വണ്ടി നിർത്തി നോക്കിയപ്പോഴാണ് സൈഡിൽ രണ്ടും നമ്മൾ നടുവിലാണ് നിൽക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നല്ല വെള്ളമുണ്ട്, നല്ല തെങ്ങും തോപ്പും കൃഷിയിടും നമുക്ക് നല്ല രസമായി തോന്നി കണ്ടപ്പോൾ. അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. നല്ല രസമായിട്ടുണ്ടായിരുന്നു കാണാൻ. തന്നെ നമ്മളെ ബ്രൈഡിൻ്റെ ഫോട്ടോസൊക്കെയാണ് കാണിക്കുന്നത്. അവളവിടെ ചെന്നപ്പെട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ ഇത്. അവരുടെ അടുത്ത് ബീച്ചൊക്കെ ഉണ്ട്. ചാവക്കാട് ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് അവൾ വീടൊക്കെ വരുന്നത്. അപ്പോൾ അവർ അവിടെ രാവിലെ തന്നെ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫോട്ടോസൊക്കെ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുള്ള ഫോട്ടോസാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൂരമായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ എത്തിയിട്ട് നേരത്തെ പോകാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നതും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളധികം വീഡിയോസൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരാൾ മാത്രമാണ് അവൻ്റെ പെങ്ങളായിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അറിയാത്ത സ്ഥലത്തും പിന്നെ അവരുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും നമുക്ക് ജസ്റ്റ് അറിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടെടുത്ത ഫോട്ടോ സെഷൻ ആയിരുന്നു കേട്ടോ അടുത്തത്. ഇപ്പോൾ ഈ എൻഗേജ്മെൻ്റ് ആണെങ്കിലും നമ്മുടെ കല്യാണം ആണെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവർക്കും ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോസാണല്ലോ. ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, സ്റ്റാറ്റസ് ഇടുക. അതാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്ങിലിട്ട് നടക്കാറുള്ളത്. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോയി. അപ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടാണ് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരുടെ ഫോട്ടോസ് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളുടെ അടുത്തുണ്ടായിരുന്ന ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇൻഷാ അല്ലാഹ് കല്യാണത്തിന് നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസ് തന്നെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക. ഇതായിരുന്നു നമ്മൾ കൊടുന്ന ഡ്രസ്സ്. അപ്പോൾ നമ്മൾ മാറ്റിയൊക്കെ ചെയ്തപ്പോൾ അവളുടെ ഫേസ് തന്നെ മാറിയിട്ടോ. ഇതായിരുന്നു നമ്മളുടെ ലുക്കിലുണ്ടായിരുന്നത്. അനിയൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എൻഗേജ്മെൻറ്റ് ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവന് ഖത്തറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവനില്ലാത്തൊരു എൻഗേജ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗോൾഡ് എന്തായാലും കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഒരു ഫംഗ്ഷനും കൂടിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാനാണ് ആദ്യത്തെ മാല കെട്ടിയിട്ടുണ്ടായിരുന്നത്. വളയും ബ്രേസ്ലെറ്റും ഒക്കെ മക്കളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ പുറത്തിറങ്ങിയിട്ട് കുറച്ച് ചെറിയ ഫോട്ടോസൊക്കെ എടുത്തു. വീണ്ടും നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ആനക്കയത്തിൽ നിന്ന് കുറച്ച് പേരും പിന്നെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന കാരവാനിലാണ്. കാരണം ഇത്ര ദൂരം ആയതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വണ്ടി വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒറ്റ വണ്ടിയിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവർ ഇടവണ്ണെന്നും തിരിച്ചു നമ്മൾ ആനക്കയത്തിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ സൽക്കാരങ്ങളൊക്കെ ആയിട്ട് ഞാനും തിരക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുമിച്ചാണ് അവരവിടുന്നും ഞങ്ങൾ ഇവിടുന്ന് ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻഗേജ്മെൻ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ഇറങ്ങിയതുകൊണ്ട് നേരത്തെ തന്നെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ നമുക്ക് ചാവക്കാട് വരെയുള്ള ഇവരുടെ പ്രശസ്തമായ ബീച്ചിലും പോകാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വഴിയെ വരുന്നുണ്ട്. നല്ല അടിപൊളി ബീച്ച് വ്യൂവും അതുപോലെ കാറ്റാടി മരത്തിൻ്റെ ഇടയിലൂടെയുള്ള കറക്കവും പിന്നെ പൊന്നാനി ബീച്ചിലും ഹാർബറിലും പിന്നെ അവിടെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വരവിൽ തന്നെ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ് മിനുസ് വേൾഡ്. അസ്സലാമു അലൈക്കും.